പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഈ രാവിലെ സമയത്ത് സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് നൽകപ്പെടുന്ന സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അനേകർക്ക് ഇതൊരു വലിയ സമാധാനമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ. അനേക പ്രിയപ്പെട്ടവർ വിവിധ വിഷയങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആരുമില്ല, ഒന്ന് സമാധാനപ്പെടുത്താൻ ആരുമില്ല. അപ്പം ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതം വഴിത്തിരിവിലേക്ക് പരിശുദ്ധാത്മാവ് തിരിച്ചുവിടുവാൻ ഇടയായിത്തീരും. തീർച്ചയായും ഈ സന്ദേശവും നിങ്ങൾ പങ്കുവെക്കുവാൻ ഇടയായിത്തീരണം. ഇന്ന് രാവിലെ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രകാശിപ്പിച്ച ഒരു ചിന്ത നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ നിലകൊള്ളുന്ന അനേക ജീവിതങ്ങളുണ്ട്. ദൈവത്തിനു സ്തോത്രം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു കൃഷി ജീവിതം നാം നയിക്കപ്പെടുവാൻ ഇടയായിത്തീരണം. സ്തോത്രം. തകർന്നുപോയി എന്നുള്ള ചിന്ത വേണ്ട, പരാജയപ്പെട്ടു പോയി എന്നുള്ള ചിന്ത വേണ്ട. പരാജയം വന്നുവെങ്കിൽ നിനക്ക് മുമ്പിൽ ഒരു വിജയമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. വിജയത്തിലേക്ക് നീങ്ങാനായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമം, അതിനുവേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ സന്ദേശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിനു സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനകയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. ദൈവത്തിനു സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ നാം കാണുവാനായിട്ട് കഴിയുന്നത്. പ്രവാചകനായിരിക്കുന്ന എലീശ ആ സഹോദരി താമസിക്കുന്ന വീടിൻ്റെ മുമ്പിലുള്ള വഴിയിൽ കൂടെ യാത്ര, സ്ഥിരമായി ശൂനേമിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ടായിരുന്നു. ഒരു ദിവസം ആ സഹോദരി ഈ ദൈവദാസനെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ ദൈവദാസനെ വീട്ടിലേക്ക് വിളിക്കുകയും അവിടെ ആ ദൈവദാസന് വേണ്ടുന്ന ഭക്ഷണം തയ്യാറാക്കുകയും അങ്ങനെ സൽക്കരിക്കുകയും ചെയ്യുവാനിടയായി. പിന്നീട് അതുവഴി പോകുമ്പോഴൊക്കെ ഈ ദൈവദാസൻ അവിടെ കയറും. അവര് സുഭിക്ഷമായ ആഹാരമൊക്കെ തയ്യാറാക്കി കൊടുക്കും. വിശ്രമിക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുക്കും. അങ്ങനെ ഈ ദൈവപുരുഷൻ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായി. ദൈവത്തിനു സ്തോത്രം. നമ്മൾ ഇന്ന് രാവിലെ സമയത്ത് തിരുവഴുത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ സ്ത്രീയിലുള്ള 1-2 എന്താ പറയുന്നത്, 1-2 ഗുണങ്ങൾ, അല്ലെങ്കിൽ പക്വതപരമായ നിലയിലുള്ള തൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയണം. ഒന്ന്, അവൾ നിരീക്ഷണ പടവമുള്ള സ്ത്രീയായിരുന്നു. നിരീക്ഷണത്തോടുകൂടെ കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു അവളുടെ ജീവിതത്തിലുള്ളത്. കൃഷി ജീവിതത്തിലെ നന്നായി നിരീക്ഷണത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തെ കെട്ടി ഉയർത്തേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അതുവഴി കൂടെ കൂടെ പോകുന്ന എലീശ, ദൈവത്തിനു സ്തോത്രം, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് അവൾ കണ്ടു. അത് നിരീക്ഷണത്തിൽ കൂടെയാണ് അവൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ അതുവഴി പോകുമ്പോൾ ഈ ദൈവപുരുഷനെ അവൾ വീക്ഷിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് ഈ ദൈവപുരുഷനെ ക്ഷണിക്കുവാനിടയായി തീർന്നത്.
ശരിയായിട്ടുള്ള നിരീക്ഷണം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വിളിച്ചു വരുത്തുന്നതൊക്കെ അപകടമായി മാറും. ഒന്നുകൂടെ ഞാൻ പറയാം, നിരീക്ഷണ വീക്ഷണത്തിൽ കൂടെ നാം ശരിയായ കാര്യാദികൾ ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പായും ഒരു വലിയ അപകടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് കാര്യങ്ങൾ നാം ചെയ്യുവാൻ തയ്യാറാകുമ്പോഴും അതിൻ്റെ പ്രധാനമായി നാം ചെയ്യേണ്ടത് ഒരു വലിയ നിരീക്ഷണം. എത്ര ദിവസത്തെ ആ നിരീക്ഷണത്തിലായിരിക്കാം ഇവൻ ഒരു വിശുദ്ധ ദൈവപുരുഷനാണ് എന്ന് ഈ ശൂനേംകാരത്തിക്ക് മനസ്സിലായത്? എത്ര ദിവസത്തെ നിരീക്ഷണമാണ്! ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ വീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദൈവദാസനായാലും ദൈവദാസിയായാലും ആര് തന്നെയുമായിക്കൊള്ളട്ടെ, നിങ്ങളെ വീക്ഷിക്കുന്ന, നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരുപാട് കണ്ണുകളുണ്ടെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതയാത്ര വളരെ ശ്രദ്ധയോടെ നയിക്കുന്നില്ലെങ്കിൽ അത് വലിയ അപകടമാണ്. ഈ സഹോദരിയെ സംബന്ധിച്ച് ഈ ദൈവപുരുഷനെ നിരീക്ഷിച്ചു. അവൻ ഒരു വിശുദ്ധനായ ദൈവപുരുഷനാണ്, ഒരു അപകടകാരിയല്ല എന്ന് മനസ്സിലായി. ക്രിസ്ത്യജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയാം, നീ ഒരു അപകടകാരിയായി സമൂഹത്തിന് മാറരുത്. കാരണം നീ ക്രിസ്തു ശിഷ്യനാണ്. ഞാനും നിങ്ങളും ക്രിസ്തു ശിഷ്യനാണ്. അതുകൊണ്ടൊരു അപകടകാരിയാകാൻ പാടില്ല. മറ്റുള്ളവർ നമ്മളെ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിത യാത്രയിൽ ദൈവഹിതമല്ലാത്ത ഒരു നിലവാരങ്ങളും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. അങ്ങനെ ഈ സഹോദരിയുടെ നിരീക്ഷണത്തിൽ കൂടെ ഹല്ലേലൂയ അവൾക്ക് കാര്യം മനസ്സിലായി. ഈ മനുഷ്യനെ വീട്ടിൽ ക്ഷണിക്കുവാൻ കൊള്ളാവുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യനെ അവൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അവന് വിശ്രമിക്കുവാൻ വേണ്ടി ഒരു ക്രമീകരണം ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. അവൾ ഭർത്താവുമായി കൂടി ആലോചിച്ചു. സ്തോത്രം. ദൈവപുരുഷനെ വീട്ടിൽ കൈക്കൊള്ളുവാനുള്ള ആ ആഗ്രഹം ഭർത്താവുമായി ഷെയർ ചെയ്ത് ഭർത്താവിന്റെ സമ്മതത്തോടെ ആ മനുഷ്യനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവദാസനെ വീടിനകത്ത് കയറാൻ നീ അനുവദിച്ചാൽ, ഒരു ദൈവദാസൻ നിന്റെ വീട്ടിൽ വന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ, ഒരു ദൈവദാസന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നീ ഊറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പു പറയുന്നു, അവൻ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. തിരുവഴുത്തിൽ ഇങ്ങനെയാ പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പാൻ കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട്. സ്തോത്രം. ഇവിടെ ഈ പ്രിയ സഹോദരിക്ക് ലഭിക്കപ്പെട്ട പ്രതിഫലം എന്ന് പറയുന്നത് ചെറുതല്ല. അവരുടെ കുടുംബത്തിനകത്ത് ആരോടും പറയാൻ കഴിയാത്ത ഒരു സങ്കടകരമായ ഒരു വിഷയം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സ്തോത്രം. ഈ സങ്കടകരമായ ഒളിഞ്ഞിരിക്കുന്ന ഈ വിഷയത്തെ, സ്തോത്രം, അതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവിക പദ്ധതി അവിടെ വെളിപ്പെടുകയാണ്. ഇന്ന് രാവിലെ സമയത്ത് നിന്റെ വീടിനകത്ത് സങ്കടകരമായ മാനസികമായ ആരോടും പറയാതെ നിന്റെ അകത്തളങ്ങളിൽ നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ വിടുതൽ ഇന്ന് രാവിലെ സമയത്ത് പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. വിശ്വസിക്കേ. ഹല്ലേലൂയ. ഏറ്റെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ആരോടും പറയാത്തതായ വേദനകരമായ ചില രഹസ്യകരമായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്ന, വിടുവിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് രാവിലെ സമയം. ഹല്ലേലൂയ. എന്താണ് അവിടെ വിഷയം? അവിടെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, അവൾക്കൊരു തലമുറയില്ലായിരുന്നു എന്നാണ് വിഷയം. അതൊരു ചെറിയ വിഷയമല്ലല്ലോ. ഹല്ലേലൂയ. കുടുംബത്തിന്റെ ഒരു അത്താണി, കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തലമുറ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ആരാഗ്രഹിക്കാത്ത ഒരു കുടുംബജീവിതം നയിക്കുന്ന ആ കുടുംബത്തിനകത്ത് ഒരു തലമുറയെ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്?
സ്തോത്രം. പക്ഷേ ആരോടും പറയാതെ ഉള്ളിൽ വേദനകൾ ഒതുക്കി കഴിയുന്ന അവളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. എന്താ കാര്യം? ഒരു ദൈവദാസനെ ആമേൻ തന്റെ വീട്ടിൽ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരു ദൈവദാസനെ വീട്ടിൽ ആമേൻ കയറ്റിയാൽ, പ്രാർത്ഥിച്ചാൽ, ആമേൻ നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് ആമേൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ പകരപ്പെടുകയാണ്. നീ ഏത് സമൂഹത്തിൽപ്പെട്ടയാളുമായിക്കൊള്ളട്ടെ, ഏത് സാമുദായിക മേഖലയിൽപ്പെട്ടയാളുമായിക്കൊള്ളട്ടെ, സ്തോത്രം, നീ ഈ മേഖലയെ ഒന്ന് സ്വീകരിപ്പാൻ തയ്യാറായാൽ നിനക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ബ്ലെസ്സിങ്, പ്രൈസ് ദ ലോർഡ്, നിന്റെ കുടുംബത്തിനകത്തേക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകി തരികയാണ്. ഇതൊരു കെട്ടുകഥയൊന്നുമല്ല, ഇതൊരു സംഭവമാണ്. സ്തോത്രം. അപ്പോ നിരീക്ഷണ ജീവിതത്തിന്റെ ഒരു വിജയമാണ് നമ്മളിവിടെ പങ്കുവച്ച നിരീക്ഷണ ജീവിതത്തിന്റെ ഒരു വിജയം. ഹല്ലേലൂയ. രണ്ടാമതായി ഈ പ്രിയ സഹോദരിയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഗൗരവമായ കാര്യമെന്ന് പറയുന്നത് സ്ഥായിയായ കരുതൽ ഉണ്ടായിരുന്നു. സ്ഥായിയായ കരുതൽ. എന്താ സ്ഥായിയായ കരുതൽ? നിലനിൽക്കുന്ന കരുതൽ, മറക്കാൻ പറ്റാത്ത കരുതൽ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ വാച്ചറ് എൻ്റെ ഒരു സഹോദരൻ തന്നതാണ്. സ്തോത്രം. ഇത് സ്ഥായിയായ കരുതലാണ്. ഇത് ഞാൻ കെട്ടുമ്പോഴൊക്കെ എന്തു ചെയ്യും? ഞാൻ ആ കുടുംബത്തെ ഓർക്കും. എൻ്റെ ഒരു പെങ്ങളാണ്, അവളെ ഞാൻ ഓർക്കും. പെങ്ങളുടെ ഭർത്താവിൻ്റെ അളിയനെ ഞാൻ ഓർക്കും. എന്താ കാര്യം? സ്ഥായിയായ ഹല്ലേലൂയ ഒരു മുതലാണ് എനിക്ക് തന്നേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നിലനിൽക്കുന്നതാണ്, കാണാൻ പറ്റുന്നതാണ്, അല്ലേ? സ്ഥായിയായത്, നിലനിൽക്കുന്നത്. എന്താണ് അവിടെ ചെയ്തത്? ഈ പ്രിയ സഹോദരി തൻ്റെ ആ വീടിനോട് ചേർന്ന് ഒരു ചെറിയ മുറി തയ്യാറാക്കി ഈ ദൈവദാസനും വിശ്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. ഭർത്താവും ആമേൻ ഈ പ്രിയ മകളോട് ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്തു. സ്ഥായിയായി നിലനിൽക്കത്തക്ക നിലയുള്ള ഒരു സംവിധാനം ചെയ്തു. ഇവിടെയാണ് ദൈവത്തിന്റെ ബ്ലെസ്സിങ് ഇറങ്ങി വരുന്നത്. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ എന്ത് ചെയ്താലും അത് സ്ഥായിയായി നിലനിൽക്കുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുവരണം. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നിലനിൽക്കത്തക്ക നിലയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷെ ഇന്ന് നന്ദിയും കടപ്പാടും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇവൾ അസ്ഥായിയായ കരുതൽ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നിലനിൽക്കുന്ന ഒരു കരുതൽ ഉണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, മറ്റുള്ളവരെ കരുതുമ്പോൾ, മറ്റുള്ള ജീവിതത്തെ വീക്ഷിക്കുമ്പോൾ ദൈവത്തിന് നിനക്കതിൽ നിന്ന് ലഭിക്കപ്പെടുന്ന വിജയമെന്ന് പറയുന്നത് ചെറുതല്ല എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല. നമ്മുടെ കൃഷി ജീവിതം കൊണ്ട് ആമേൻ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീട് ധന്യകരമായ അനുഭവത്തിലേക്ക് മാറട്ടെ. നിങ്ങളുടെ കുടുംബം ആമേൻ സ്ഥായിയായ നിലനിൽക്കത്തക്ക നിലയിലുള്ള ദൈവിക പദ്ധതിയിലേക്ക് മാറട്ടെ. ആമേൻ നിരീക്ഷണ പടവുള്ള ആമേൻ ഒരു ജീവിത യാത്ര താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തിനുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ജീവിതത്തിന്റെ വിവിധമായ പ്രയാസങ്ങളുടെ ആമേൻ നടുവിൽ കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരു വിജയമായി മാറട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് 2 കാര്യങ്ങൾ പങ്കുവെക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിരീക്ഷണപ്പടവുള്ള ആ മാന്യ സ്ത്രീ ദൈവപുരുഷനെ നിരീക്ഷിച്ചു, ഭവനത്തിൽ കൈക്കൊണ്ടു. ആമി മാത്രമല്ല, സ്ഥായിയായ
ആമേ കാര്യാദികൾ അവൾ ആ ദൈവപുരുഷന് വേണ്ടി ചെയ്തു. കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ വിധമായ ആമേ പടവുകൾ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികളുണ്ടെങ്കിൽ സൗഖ്യമാകട്ടെ. ഏതെങ്കിലും മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ കൂടെ, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കർത്താവ് അവർ വിടുവിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഷെയർ ചെയ്യണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.